നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നിയമപരമായ കുടിയേറ്റവും നിയന്ത്രിക്കാൻ UK സർക്കാർ തയ്യാറെടുക്കുമ്പോൾ തിരിച്ചടിയാകുന്നത് ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് മലയാളികൾക്കാണ്. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ ചട്ടങ്ങൾ സർക്കാർ കർശനമാക്കിയതോടെ HSBC, ഡെയിലോയ്റ്റ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾ UKയിലെ വിദേശ ബിരുദധാരികൾക്ക് നൽകിയിരുന്ന തൊഴിൽ ഓഫറുകൾ റദ്ദാക്കി. സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള കുറഞ്ഞ വേതനപരിധി ഉയർത്തിയതും ഇതിനൊരു കാരണമായി. സ്കിൽഡ് വിസയിൽ UKയിൽ എത്തുന്നതിനുള്ള മിനിമം വേതനം 26,200 പൗണ്ടിൽ നിന്നും 38,700 പൗണ്ടാക്കി ഉയർത്തിയിരുന്നു. 26 വയസ്സിന് താഴെയുള്ളവർക്ക് ഇത് 30,960 പൗണ്ടാണ്. ഇതോടെയാണ് HSBCയും ഡെയിലോയ്റ്റും ഉൾപ്പെടെയുള്ളവർ ഓഫർ ലെറ്ററുകൾ പിൻവലിച്ചത്. നേരത്തെ KPMGയും സമാനമായ നടപടി സ്വീകരിച്ചിരുന്നു. പഠനം കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ജോലി നേടിയെടുക്കാമെന്നുള്ള പ്രതീക്ഷയാണ് കേരളത്തിൽ നിന്നുള്ളവർ ഉൾപ്പെടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് UKയിൽ പഠനം നടത്തുന്നതിന് പ്രേരകമാകുന്നത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് വലിയ തുകകൾ ചെലവഴിച്ച് അവർ UKയിലേക്ക് വരുന്നതും. എന്നാലിപ്പോൾ UK സർക്കാർ കർശന നിലപാട് സ്വീകരിച്ചതോടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ മോഹങ്ങളാണ് തകർന്നടിയുന്നത്. ലഭിച്ച ജോലികളുടെ ഓഫറുകൾ പോലും റദ്ദായതോടെ പലരും നാട്ടിലേക്ക് മടങ്ങേണ്ടുന്ന സാഹചര്യത്തിലാണ്. ഡിജിറ്റൽ ഇന്നൊവേഷൻ മേഖലയിലെ വിദ്യാർത്ഥികളെയാണ് HSBCയുടെ പിന്മാറ്റം പ്രധാനമായും ബാധിച്ചത്. മാത്രമല്ല, കൂനിന്മേൽ കുരു എന്ന പോലെ ഗ്രാജുവേറ്റ് വിസ പ്രോഗ്രാം നിർത്തലാക്കുന്നതിന് കുടിയേറ്റ ഉപദേശക സമിതി ശുപാർശ ചെയ്തിട്ടുമുണ്ട്. ബിരുദ പഠനത്തിനായി പോകുന്നവർക്ക് പഠനം കഴിഞ്ഞാൽ 2 വർഷം കൂടി ബ്രിട്ടനിൽ താമസിക്കുന്നതിനും തൊഴിലിൽ ഏർപ്പെടുന്നതിനും സൗകര്യം നൽകുന്നതായിരുന്നു ഈ പദ്ധതി. ഇത് നിർത്തലാക്കിയാൽ പിന്നെ വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയായാൽ ഉടൻ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങേണ്ടതായി വരും. അതുപോലെ വിദേശത്ത് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘം ഇപ്പോഴും നാട്ടിൽ തഴച്ചു വളരുന്നു. കഴിഞ്ഞ ദിവസം ഒരു സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. തായ്ലാൻഡിലെ ബാങ്കോക്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് കണ്ടല്ലൂർ പുതിയവള സ്വദേശികളായ 2 പേരിൽ നിന്ന് 5,80,000 രൂപ തട്ടിയെടുത്ത സംഘമാണ് പിടിയിലായത്. ബാങ്കോക്കിന് പകരം പുതിയവള സ്വദേശികളെ പ്രതികൾ കംബോഡിയയിലാണ് എത്തിച്ചത്. തുടർന്ന് ചൈനക്കാരുടെ ഓൺലൈൻ തട്ടിപ്പ് കേന്ദ്രത്തിൽ ജോലി നൽകി. സമൂഹ മാധ്യമങ്ങളിലൂടെ ചാറ്റ് ചെയ്ത് ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ ചോർത്തി പണം തട്ടുന്ന സംഘമായിരുന്നു അത്. അവിടെ നിന്ന് തിരിച്ചു പോകാൻ ഇരുവരും വാശി പിടിച്ചപ്പോൾ 1,39,000 രൂപ കൂടി നൽകണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം 27-ന് നാട്ടിൽ തിരിച്ചെത്തിയവർ പോലീസിൽ പരാതി നൽകി. അങ്ങനെയാണ് പ്രതികളെ പിടികൂടിയത്. ഇങ്ങനെ അനവധി കേസുകളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത്.